ഹായ് ഹലോ, ഞാൻ ഇന്ന് പാപ്പുവിൻ്റെ മുടി വെട്ടാൻ പോവാണ്. പാപ്പുവിൻ്റെ മുടി കുറേ ആയിട്ട് വെട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പാർലറിലാണ്. അവിടെ പുൽക്കൂടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാഫിൽ. അതിൽ കിടക്കുന്ന ഉണ്ണീഷീനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലൊക്കെ കാണുന്നു. പാപ്പുവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് അവിടുത്തെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് പാപ്പുവിന് ഒരു കോലുമിട്ടായി കൊടുത്തു. പിന്നെ പാപ്പുവിന് മുന്നിൽ ഒരു കുട്ടിക്ക് അവിടെ മുടി വെട്ടുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടോ. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പാപ്പു വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല, ഓക്കെ ആയിരുന്നു. ഇപ്പം കണ്ടില്ലേ, നല്ല മുടിയായിരുന്നു, നല്ല വൃത്തിയുള്ള രീതിക്ക് നിൽക്കുന്നു. ഞാൻ ജസ്റ്റ് അതൊന്ന് കൊളാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പാപ്പു ഓക്കെ അവിടെ ഇരുന്ന് മിഠായി കഴിച്ച് പിന്നെ ഞങ്ങൾ മുടി വെട്ടാൻ പോവുകയാണ്. പാപ്പു എന്തിനാ കരയുന്നത്? ഇതെന്താ പുറത്ത്? ഇതെന്താ പുറത്ത്? ഞങ്ങൾ പാപ്പു മുടി വെട്ടാ. ഓക്കെ പറ, സെറ്റ് പറ. ഞാനും വേണ്ടിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച് പാപ്പു നിന്ന് കൊടുക്കൂല എന്നൊക്കെ ആയിരുന്നു. പാപ്പു നന്നായിട്ട് നിന്ന് കൊടുത്തിട്ടോ, നല്ല വൃത്തിക്ക് നിന്ന് കൊടുത്ത്. ആ ചേച്ചി പറഞ്ഞു കോലുമുട്ടായി എടുത്ത് നമുക്ക് മുടി വെട്ടിയിട്ട് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ പാപ്പു അത് കൈ പോലും അനക്കാതെ മിഠായി മാത്രം വായിൽ വെച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാപ്പുവിൻ്റെ ഫ്രണ്ടിലേക്കെല്ലാം മുടി വന്നപ്പം കുറച്ച് അലമ്പാവൽ തുടങ്ങി. ഇല്ല അങ്ങനെ പറഞ്ഞിട്ടപ്പോ വെട്ടാൻ വന്നു. എന്താ പാപ്പു ഫസ്റ്റ് ടൈമാണ് കേട്ടോ പപ്പുനെ ഞാൻ പാർലറിൽ കൊണ്ടുപോയിട്ട് മുടി വെട്ടിക്കുന്നത്. ഒരു വട്ടം ഹസ്ബൻഡ് അജു വീട്ടിൽ നിന്ന് ഡ്രിം ചെയ്ത് കൊടുത്ത് മുട്ടയടിച്ച്. പിന്നെ ഒരുപാട് വട്ടം ഞങ്ങൾ മുട്ടയടിച്ചതാട്ടോ. ഫസ്റ്റ് ടൈമാണ് മുടി നീളം വെച്ചിട്ട് വെട്ടുന്നത്. തീരെ ഉള്ളില്ല, അതുകൊണ്ട് ഒന്നാമത് തലയിൽ ഫുൾ വെളിച്ചെണ്ണയാണ് അമ്മയുള്ളതുകൊണ്ട്. ഉള്ളില്ല, മുടിക്ക് തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് എന്താ വളർച്ചയും കുറവായിരുന്നു. വളരുന്ന നല്ല പക്ഷേ ഒരുമാതിരിയുള്ള വളർച്ചയായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മുടി വെട്ടാൻ വരുന്നത് കേട്ടോ. കുറെ തുള്ളി വെട്ടിയാൽ മതി. ചിരിക്കി പാപ്പ ചിരിച്ച പിരിക്കാൻ പോകണ്ടോ? മുട്ടായി പൊട്ടിക്ക. പാപ്പൊരു സിസേഴ്സ് എല്ലാം കണ്ടപ്പം കുറച്ച് പേടിയായി തുടങ്ങി. പാപ്പ പിന്നെ കരച്ചിൽ തുടങ്ങി കേട്ടോ. പിന്നെ നെയിൽ പോളിഷ് ഇട്ടത് കാണിച്ചു, കരയുന്നതുകൊണ്ട് കരയുന്നവരുടെ നെയിൽ പോളിഷ് ഇട്ടത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വലിയ സീനില്ലാതെ ഇരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് കുറേ എടുക്കാൻ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. കുറേ ഷോപ്പിൽ കയറി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.